പ്രിയപ്പെട്ടവരെ, ചൂട് കൂടിയതിൻ്റെ പേരിൽ ജനലുകൾ വാതിലുകളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തിടുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാമ്പുകടി മരണങ്ങൾ കൂടി വരുന്ന റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥ. പലപ്പോഴും ഈ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളെല്ലാം ഭയപ്പാടിലാണ്. പടച്ചോനെ, ഞങ്ങളുടെ മക്കളുടെ അവസ്ഥ എന്താ, ഞങ്ങളുടെ അവസ്ഥ എന്താ, ഞങ്ങളുടെ വീടുകളിലേക്ക് അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമോ, ഒരു ഭയപ്പാടുണ്ട്. പക്ഷേ ഇത്തരം പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം 5 കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, പരിസരത്തുണ്ടെങ്കിൽ തീർച്ചയായും പാമ്പ് പോലുള്ള ഇഴജന്തുക്കൾ നിർബന്ധമായിട്ട് കയറി വരുന്നൊരു സാഹചര്യമുണ്ട്. അതേതാണെന്ന് തിരിച്ചറിയണം. അതിൽ നിന്ന് നമ്മുടെ വീട് പ്രൊട്ടക്റ്റഡ് ആക്കണം, കാവലിലാക്കണം. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പരിശുദ്ധമായ ദിക്ർ പറഞ്ഞിട്ടുണ്ട്. ആ ദിക്ർ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അൽഹംദുലില്ലാ ഒരു ഇഴജന്തുക്കളുടെയോ വിഷജന്തുക്കളുടെയോ ഒരു പ്രയാസവും നമുക്കോ കുടുംബത്തിനുണ്ടാകില്ല. ആ ദിക്ർ ഏതാണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് റാഹത്തായ ഖൈറായ മഴ കൊണ്ട് നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതവും അല്ലാഹു തണുപ്പിലും സന്തോഷത്തിലുമാക്കട്ടെ. അല്ലാഹു നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാ മുറാദും ഹാസിലാക്കട്ടെ. ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കമൻറ്റിൽ നിർബന്ധമായും വന്ന സന്തോഷങ്ങൾ പറയുന്ന, ദുആ ചെയ്യാൻ പറയുന്ന എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാലാവസ്ഥ, അതിൻ്റെ വ്യത്യാസങ്ങൾ നമ്മുടെ മുന്നിൽ നമ്മൾ സംസാരിച്ചിരുന്നു. നല്ല ചൂട് കൂടിക്കൂടി വരുന്നൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ. നമ്മൾ ഓരോരുത്തരും അവരവരെ കൃത്യമായി സൂക്ഷിക്കേണ്ട, അതായത് പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന ആളുകൾ ഒന്ന് കൃത്യമായിട്ട് സൂക്ഷ്മത കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എന്നെല്ലാം നിർദ്ദേശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, കൂടുതലായി നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച അല്ലെങ്കിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് നമ്മുടെ കൊച്ചു കുട്ടികളിൽ പോലും മരണവാർത്തകൾ. പാമ്പ് കടിയേറ്റു മരണം. അതിൻ്റെ ബേജാറിൽ ഒരുപാട് പേര്, നമ്മളെല്ലാം നമ്മളുടെ കുടുംബങ്ങളിൽ, സ്വഭവനങ്ങളിൽ അങ്ങനെ ഒരു ഭയപ്പാടുകൂടെ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുകയാണ് ഈ വാർത്തകൾക്ക് മുന്നിൽ. ഏതായിരുന്നാലും ഏത് കുട്ടികളാണെങ്കിലും ആരുടെയാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും പ്രിയപ്പെട്ടവരെ, അത്തരം വേദനകൾ ഒരു കുടുംബത്തിൻ്റെ തോരാത്ത തീരാത്ത വേദനകളാണ്. അല്ലാഹു എല്ലാ മക്കളെയും, എല്ലാ മതത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആരും ആയിക്കോട്ടെ, എല്ലാ മക്കളെയും എല്ലാവരെയും അല്ലാഹു അവൻ്റെ പ്രത്യേക കാവലിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാർത്ത നമ്മുടെ കാതുകളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ മീഡിയയിലൂടെ കേൾക്കുമ്പോൾ, അറിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്രത്യേകമായ ശ്രദ്ധയും ജാഗ്രതയും നിർബന്ധമാണ്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം അവരുടെ മുന്നിലുണ്ടായാൽ തീർച്ചയായും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക, അതൊരു വിശ്വാസിയുടെ അടയാളമാണ്, അത് ഈമാനിൻ്റെ അടയാളം കൂടെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നത്? ഇപ്പോൾ പാമ്പ് കടിയേറ്റ് മരണം സംഭവിച്ചു എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ എന്തുകൊണ്ടൊരു വീട്ടിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്, അത് അള്ളാഹുവിൻ്റെ കല ആണെന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. എങ്ങനെയാണ് അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നത്? അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായാൽ നമ്മുടെ വീട്ടിലും സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയാകുമല്ലോ. അതുകൊണ്ട് ഒരു ജാഗ്രത, ഒരു സൂക്ഷ്മത അത് നമുക്ക് അനിവാര്യമാണ്, നിർബന്ധമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട 5 പോയിന്റുകൾ പറയാം. അതായത് 5 വീടുകളിൽ, 5 ശൈലികൾ ഉള്ള വീടുകളിൽ തീർച്ചയായും നമ്മൾ എത്രയേറെ ശ്രദ്ധിച്ചാലും ആ വീട്ടിൽ പാമ്പുകൾ വന്നു ചേരും. അവർ അതിലേക്ക്, ഈ ഇഴജന്തുക്കൾക്ക് കൂടുതൽ താല്പര്യം പെടും 5 വീടുകളിലേക്ക്. അത് ഏതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ വീടുകൾ അതിൽ നിന്നും സംരക്ഷിക്കുന്നൊരവസ്ഥ ഉണ്ടായാൽ നമ്മൾക്ക് ഒരു പ്രയാസം ഉണ്ടാകില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ഇഴജന്തുക്കളുടെ, ജീവജാലങ്ങളുടെ വിഷാംശങ്ങൾ നമുക്ക് ഏൽക്കുന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ കടിയേൽക്കുന്നതുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള, കാവലിനുള്ള അത്ഭുതകരമായ ദിക്റുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ നമ്മൾ ഈ സൂക്ഷ്മത പാലിക്കുന്നതോടൊപ്പം ഈ ദിക്റുകളും നമ്മളൊന്ന് ദായിമാക്കി കൊടുത്താൽ നമുക്ക് പിന്നെ സന്തോഷകരമാണ്, ഒരു പ്രയാസം ഉണ്ടാകില്ല.
അപ്പോൾ നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ഒരു കൗതുകമായി തോന്നിയ വാർത്ത എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം വാർത്ത കേട്ടപ്പോൾ തോന്നി, അതായത് ഈ പാമ്പുകളെ പേടിച്ചിട്ട് വീട്ടിലേക്ക് വരുമോ എന്ന് പേടിച്ചിട്ട് വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് സാധാരണ തുറന്നിടുന്ന ജനലും വാതിലൊക്കെ അടച്ചു വച്ച് സൂക്ഷിച്ച് ആളുകൾ മുന്നേറുന്ന ഒരു സാഹചര്യം. അതോടൊപ്പമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ അന്യസംസ്ഥാന തൊഴിലാളി, അതെന്തോ ലഹരിയുടെയൊക്കെ ഹാലിലാകാം, അവസ്ഥയിലാകാം, അല്ലാതൊക്കെ പറ്റൂലല്ലോ. ഒരു നോർമൽ ബുദ്ധിയിൽ നമുക്ക് സാധിക്കില്ല. പാമ്പിനെ പോക്കറ്റിലിട്ടിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഷോപ്പിലേക്ക് വന്ന് അവിടെ വെച്ച ആളുകൾ പിടികൂടിയ സംഭവം അതും വാർത്തയാകുകയാണ്. അപ്പോൾ പല കോലത്തിലുമാണ് സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വീട്, നമ്മളുടെ കുടുംബം, നമ്മുടെ ഭവനം, അതെല്ലാം ഇത്തരം പ്രയാസങ്ങളെ തൊട്ട് നമുക്ക് സംരക്ഷണം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വീട്, അതിൻ്റെ പരിസരം അത് വൃത്തിയായി സൂക്ഷിക്കണം. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ, ഒരു വിശ്വാസിയായ മനുഷ്യൻ്റെ ഈമാൻ ഉണ്ടെങ്കിൽ അവരുടെ വീടും മുറ്റവും പരിസരവും നോക്കിയാൽ അറിയാം അത് വൃത്തിയായിരിക്കും. നളാഫത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുമായി കണക്ഷൻ കൊടുത്തതാണ്. വൃത്തി അത് ശരീരത്തിലും വസ്ത്രത്തിലും നമ്മുടെ ആഹാര ഭംഗിയിലും മാത്രം പോരാ. നമ്മുടെ വീടിൻ്റെ ഉൾഭാഗം, വീടിൻ്റെ പുറം ഭാഗം, പരിസരം, മുറ്റം, ഇതെല്ലാം വൃത്തിയായി കിടക്കുന്നൊരവസ്ഥ തീർച്ചയായും മുഅ്മിൻ ഈമാനുള്ളവർക്ക് നിർബന്ധമാണ്, അനിവാര്യമാണ്. അത്തരം സാഹചര്യങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ചാൽ ഒരു പരിധിവരെ, പ്രത്യേകിച്ച് ഇഴജന്തുക്കളുടെ ഈ പാമ്പിൻ്റെയൊക്കെ ശല്യം ഒരു പരിധിവരെ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ പുല്ലുകളൊക്കെ ക്രമാതീതമായി വളർന്നിരിക്കുന്ന അവസ്ഥ, കാട് പിടിച്ചു കിടക്കുന്ന പരിസരങ്ങളൊക്കെ, അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കണം, അതൊക്കെ വൃത്തിയാക്കണം, അതൊക്കെ ഭംഗിയാക്കണം. അതിൽ കൂലിയുണ്ട് നിയ്യത്ത് നന്നായാൽ. കാരണം ഇവിടെ വൃത്തിയാക്കുക എന്ന് പറയുന്ന നളാഫത്തിൻ്റെ ഒരു നിയ്യത്ത് ഒരു വിശ്വാസിയുടെ കൽബിലുണ്ടായാൽ ആ പുല്ല് വെട്ടി വൃത്തിയാക്കുന്നതിന് മുഅ്മിന് കൂലിയുണ്ട്. വിശ്വാസിക്ക് ഇതൊന്നും നഷ്ടമല്ല, അതിൽ പോലും കൂലിയുണ്ട്. അതേപോലെ തന്നെയാണ് വീടിനോട് ചേർന്ന്, വളരെ ചേർന്ന്, വീടിൻ്റെ ചുമരുകളോട് ചേർന്ന്, ഭിത്തിയോട് ചേർന്നിട്ട് ഈ വിറക് ഇങ്ങനെ കൂട്ടി വെക്കുന്ന അവസ്ഥ, അത് പരമാവധി നമ്മൾ അകറ്റി നിർത്തേണ്ട ഒരു ഭാഗമാണ്. ഇനി നിവൃത്തിയില്ല, സ്ഥലമാകെ കുറച്ചേ ഉള്ളൂ, അവർ ഇത്തരം നിർബന്ധ സാഹചര്യങ്ങളിൽ പോലും അത് കൃത്യമായി സൂക്ഷിക്കണം. ആ ഭാഗം കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായി ഒരുപാട് സഹോദരിമാർക്ക് പാമ്പ് കടിയേറ്റത് ഈ വിറക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അടുക്കുമ്പോൾ അവിടുന്ന് പിന്നെ അത് നമ്മൾ കത്തിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ വിറകൊക്കെ കൂട്ടിയിടുമ്പോൾ അതിൻ്റെ അടിഭാഗത്തൊക്കെ വന്ന് ചേരും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഓലകളൊക്കെ കൂട്ടിയിട്ട് നാം കത്തിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ചുമ്മാ കൂട്ടിയിടുമ്പോൾ അവിടെയെല്ലാം വന്ന് ചേരും. അതേപോലെ തന്നെ പഴയ വീടിൻ്റെ അല്ലെങ്കിൽ നിലവിലുള്ള പിന്നെ പണിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഓടുണ്ടല്ലോ, ഓട് വീടിൻ്റെ മുകളിൽ വെക്കുന്ന, അതൊക്കെ കൂട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിലൊക്കെ ഈ ഇഴജന്തുക്കളൊക്കെ കൃത്യമായി ഒരു തണുപ്പിന് വേണ്ടി കയറിയിരിക്കുന്ന സന്ദർഭം ഉണ്ടാവും. അത് കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ അത് കൈകാര്യം ചെയ്യണം. അവിടെയെല്ലാം നമ്മുടെ ഒരു വൃത്തിയാക്കലിൻ്റെ ശ്രദ്ധ ആ ഭാഗത്തേക്കെല്ലാം നിർബന്ധമായിട്ടും വേണം. മാത്രമല്ല വീടിൻ്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ, നമ്മൾ സാധാരണ പറയാറുണ്ട് വെള്ളം അവിടെ എവിടെയും കെട്ടി നിൽക്കാൻ പാടില്ല, കൊതുകുകൾ പെരുകുന്ന അവസ്ഥയുണ്ട്. അതിനേക്കാൾ പ്രശ്നം പാമ്പുകളുടെയാണ്. അതിൻ്റെ ഒരു അവസ്ഥകൾ പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. ഈ ചൂട് സമയത്ത് പല പാമ്പുകളും ദാഹശമനത്തിന് വേണ്ടി വെള്ളത്തിൻ്റെ കെട്ടുകൾ അന്വേഷിക്കും. അപ്പോൾ നമ്മുടെ പരിസരങ്ങളിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി സംഗതി ഉണ്ടാകും. അവിടെ കുട്ടികൾ കളിക്കാൻ പോകലും നമ്മൾ നടന്നു പോകുമ്പോൾ മറ്റും ശ്രദ്ധിക്കാതെയൊക്കെ പോകും, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ. അപ്പോൾ കൃത്യമായിട്ട് അത്തരം ചുമ്മാ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥകൾ എല്ലാ നിലക്കും നമുക്ക് പ്രശ്നമാണ്. അതെല്ലാം വൃത്തിയാക്കുക, നമ്മുടെ നമ്മുടെ കണ്ണെത്തുന്ന ഭാഗങ്ങളൊക്കെ, അപ്പോൾ കുഴപ്പമുണ്ടാകില്ല. അങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വീടും പരിസരവും വൃത്തിയാക്കുക എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം, അത് നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കണം. അത് ശ്രദ്ധിക്കാത്ത കുടുംബങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ നിർബന്ധമായിട്ടുണ്ടാവും, ഉണ്ടാകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിൻ്റെ ഉൾഭാഗത്ത് നിന്നാകാം, അല്ലെങ്കിൽ നമ്മുടെ ടോയ്ലറ്റിൽ നിന്നാകാം, നമ്മുടെ കിച്ചണിൽ നിന്നാകാം, പുറത്തേക്ക് കൊടുത്തിരിക്കുന്ന പൈപ്പ് ഉണ്ടാകുമല്ലോ, വെള്ളം പോകാൻ വേണ്ടിയിട്ട് PVC കൊടുത്തിട്ടുണ്ടാകും. ആ കൊടുത്തിരിക്കുന്ന പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്തിൻ്റെ വായ തുറന്നിരിക്കുകയാണ്, ചുമ്മാ ഓപ്പൺ ആയിരിക്കുകയാണ്. അവിടെ നെറ്റൊന്നും കൊടുത്തിട്ടില്ല, അവിടെ ഈ അരിപ്പ പോലത്തെ നെറ്റ് പോലത്തെ ഒന്നും അവിടെ ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ആ ഹോളിലൂടെ പാമ്പുകൾ വളരെ സിമ്പിളായിട്ട് കയറി വരും. അത് കയറി വന്ന് അങ്ങനെയൊക്കെയാണ് ഈ ടോയ്ലറ്റിലേക്ക് അധികം പാമ്പെത്തുന്നത്.
ടോയ്ലറ്റ് പാമ്പ് വരുന്നത് നമ്മുടെ സിറ്റ് ഔട്ടിലൂടെ നമ്മൾ സാധാരണ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്ന പോലെ ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് കയറി വരില്ല. പിന്നെ എങ്ങനെ കയറി വരുന്നത്? ഇത്തരം പുറത്തേക്ക് നിൽക്കുന്ന ഓപ്പണായി നിൽക്കുന്ന PVC-യിലൂടെ പൈപ്പുകളിലൂടെയാണ് കയറി വരുന്നത്. കിച്ചണിലേക്ക് പലപ്പോഴും വന്നിരിക്കുന്ന സംഭവങ്ങൾ, വാർത്തകൾ അങ്ങനെയാണ്. ടോയ്ലറ്റിലേക്ക് വന്നിരിക്കുന്ന വാർത്തകൾ, അവിടെ ടോയ്ലറ്റിൽ വെച്ച് കടിയേറ്റിരിക്കുന്ന അവസ്ഥകൾ. അതേപോലെ തന്നെയാണ് വാഷിംഗ് മെഷീനിൽ ഉണ്ടാകുന്ന അതിൻ്റെ പൈപ്പൊക്കെ ചുമ്മാ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടാവും, അങ്ങനെ ഓപ്പണായി കിടക്കുന്നുണ്ടാകും. അതിലേക്ക് ഒരു വാഷിംഗ് മെഷീനിൽ പിന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കടിയേറ്റ ഒരു വീട്ടമ്മയുടെ വാർത്ത നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടാകുന്ന എങ്ങനെയാണ്? ഈ പുറത്തേക്ക് ഇങ്ങനെ ഓപ്പണായി നിൽക്കുന്ന PVC ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. ഏതെങ്കിലും ഭാഗത്ത് ചുമ്മാ അങ്ങനെ ഓപ്പണായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു നെറ്റ് നമ്മൾ പിന്നെ ലോക്കാക്കി കൊടുക്കുക. ഒരു നെറ്റ് അതിൻ്റെ വെള്ളം പോകാൻ പാകത്തിന്, എന്നാൽ ഇഴജന്തുക്കൾക്ക് കയറുന്നതിന് തടസ്സമുള്ള തരത്തിൽ ഒരു നെറ്റ് നമ്മളവിടെ ചുറ്റും കെട്ടി കൊടുക്കുക, ലോക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ക്യാപ്പ് ഉണ്ടെങ്കിൽ, ചെറിയ ഹോളുകളുള്ള ക്യാപ്പ് ഉണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റിൽ, നമ്മുടെ ബാത്റൂമിൽ അവിടെ നിന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് പിന്നെ പൈപ്പ് ഹോൾ കൊടുത്തിട്ടുണ്ടാകും. ആ ഹോള് ചുമ്മാ തുറന്നിരിക്കുന്ന അവസ്ഥ ശ്രദ്ധിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആ ഹോളിൽ വച്ചിരിക്കുന്ന നെറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വച്ചിരിക്കുന്ന ക്യാപ്പ് അതിങ്ങനെ ചുമ്മാ പൊങ്ങിപ്പോരുന്ന അവസ്ഥയാണെങ്കിൽ ശ്രദ്ധിച്ചു കൊടുക്കുക, അതവിടെ ഉറപ്പിക്കുക. എന്നിട്ട് നെറ്റ് അതിൻ്റെ ചെറിയ ചെറിയ സുഷിരങ്ങൾ മാത്രമാക്കുക. അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക. അതിലൂടെയെല്ലാം പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. അത് ശ്രദ്ധിക്കാത്ത വീടുകളിലേക്കും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത്, നമ്മുടെ വീടിൻ്റെ ചേർന്ന് മരങ്ങളുണ്ടാവുമല്ലോ, അത് വേപ്പിൻ്റെ മരമായിക്കോട്ടെ, ആര്യവേപ്പായിക്കോട്ടെ, മറ്റു മരങ്ങളായിക്കോട്ടെ, നമ്മുടെ വീടിൻ്റെ ഭിത്തിയോട് ചേർന്നുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കില്ല. അത് ഈ മരത്തിലൂടെ കയറിയിട്ട് അതിൻ്റെ ചില്ലകളിലൂടെ നേരെ നമ്മുടെ ഭിത്തിയുടെ ഭാഗത്തേക്ക് ഇറങ്ങും. അവിടെ എയർ ഹോൾ ഉണ്ടാവും. അതിലൂടെ വീട്ടിലേക്ക് കടന്ന ഒരുപാട് ബെഡ്റൂമുകളിൽ പ്രയാസമുണ്ടായ ഒട്ടനവധി വാർത്തകൾ നമ്മുടെ മുന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത്തരം അവസ്ഥകളിലൂടെ എങ്ങനെ വീടിനകത്തേക്ക് കയറി നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ വളരെ സിമ്പിളായിട്ട് ഇത്തരം അവസ്ഥകളിലൂടെ അതൊക്കെ ഒന്ന് നമ്മുടെ വീട്ടിലേക്ക് ചാർന്ന് നിൽക്കുന്ന കമ്പുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക, നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കുക. പിന്നെ എയർ ഹോള് പരമാവധി എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ പോലെ നെറ്റ് സംവിധാനമാക്കുക. ചുമ്മാ തുറന്നെടുക്കുന്ന അവസ്ഥ വേണ്ട. എയർ കയറണം, പക്ഷേ ഇഴജന്തുക്കൾ കയറാൻ പാടില്ല, ജീവജാലങ്ങൾ കയറാൻ പാടില്ല. അങ്ങനെ നെറ്റ് സംവിധാനം കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത കുടുംബങ്ങളിൽ അത്തരം പ്രയാസങ്ങൾ എമ്പാടുണ്ടായിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. ഇനി നാലാമത്തെ ഒരു കാര്യം, നമ്മുടെ വാതിലൊക്കെ ചുമ്മാ ഓപ്പൺ ചെയ്തിടുക. അങ്ങനെ ഓപ്പൺ ചെയ്തിടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് ഇത്തരം ഇഴജന്തുക്കളുടെ പ്രയാസങ്ങൾ കയറി വരാൻ സാധ്യതയുണ്ട്. കാരണം പുറത്ത് നന്നായിട്ട് ചൂട് കൂടുമ്പോൾ തണുപ്പ് എവിടെയാണ് കൂടുതൽ കിട്ടുക? ഇപ്പോൾ വീടിൻ്റെ ടൈൽസ് പിന്നെ സിറ്റ് ഔട്ടിലേക്ക് കയറി, അവിടെ ടൈൽസാണ്, മാർബിൾ ഗ്രാനൈറ്റാണ്, അവിടെ ഒരല്പം തണുപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ നമ്മൾ വിചാരിക്കും ഗ്രാനൈറ്റിനും പിന്നെ ടൈൽസിലൊന്നും പാമ്പിന് ഇഴയാൻ പറ്റില്ല എന്ന്. അതൊക്കെ വളരെ കൂളായിട്ട് ഇഴയും. അപ്പോൾ ആ ഒരു തണുപ്പ് കൂടുതൽ കിട്ടുന്ന ഭാഗത്തേക്ക് പാമ്പുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജനലുവാതിലുകൾ പകലായാലും അലക്ഷ്യമായിട്ട് തുറന്നിടുക. പക്ഷേ ഇത് പേടിച്ചിട്ട് പലരും രാവും പകലും ജനലും വാതിലും മുഴുവൻ കൊട്ടിയടച്ചിരിക്കുന്ന അവസ്ഥയുണ്ട്. അത് പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കും. കാരണം എയർ പാസിംഗ് ഇല്ലാതെ വരുമ്പോൾ, പ്രത്യേകിച്ച് വീടിൻ്റെ, നമ്മളൊക്കെ പാർക്കുന്നവരാണല്ലോ വീട്ടിൽ, പലരും ഉണ്ടാകുമല്ലോ വീട്ടിൽ, അംഗങ്ങളുണ്ടാകും. അപ്പോൾ ഇവരുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ, വായുവിൻ്റെ, ഉച്ഛ്വാസത്തിൻ്റെ, ശരീരത്തിൻ്റെ ചൂടിൻ്റെ, അതേപോലെ തന്നെ വസ്ത്രങ്ങളുടെ എല്ലാത്തിനെയും ഒരു ദുർഗന്ധം, സ്മെല്ലതിങ്ങനെ തങ്ങി നിൽക്കും. അത് എയർ പാസിങ് വേണം. ജനലൊക്കെ തുറന്നിട്ട് വാതിലൊക്കെ തുറന്നിട്ട് അങ്ങനെ അത്യാവശ്യം വേണ്ടി വരും. അപ്പോൾ അതൊക്കെ തുറന്നിടുന്ന സാഹചര്യങ്ങൾ നിർബന്ധമായിട്ടുണ്ടാകും. പക്ഷേ ചുമ്മാ രാവും പകലായിട്ട് തുറന്നിടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവിടെയും നെറ്റ് സംവിധാനങ്ങൾ നിർബന്ധമായി നമ്മൾ കൊടുക്കണം. എയർ ഉള്ളിലേക്ക് കയറുന്ന, നല്ല ശുദ്ധമായി കയറുന്ന തരത്തിൽ. അപ്പോൾ നമ്മൾ പകലാണെങ്കിലും ജസ്റ്റ് തുറന്നിട്ടു എന്ന് കരുതി ഒരു പ്രശ്നം ഉണ്ടാകില്ല, ഒരു ഇഴജന്തുക്കൾക്കും കയറാൻ പറ്റില്ല. അത്തരത്തിൽ സംവിധാനിച്ചു കൊടുക്കുക. അപ്പോൾ AC ഇല്ലാത്ത വീടുകളിൽ, ഒട്ടനവധി പാവപ്പെട്ട വീടുകളിൽ, എല്ലാ റൂമിലും ഫാനില്ലാത്ത വീടുകളിൽ അല്ലേ എത്ര പ്രയാസമുണ്ട്. ആ പ്രയാസമുള്ളവരൊക്കെ ജസ്റ്റ് ഇത് എല്ലാം കൂടെ അടച്ചു വെച്ചാൽ ഉള്ളിൽ കിടന്ന് പിന്നെ ഇങ്ങനെ പുഴുങ്ങുന്നത് പോലെയാകും. അപ്പോൾ അവർക്ക് തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകും. പക്ഷേ അവർക്ക് തുറക്കാനുള്ള ഇങ്ങനെ നെറ്റ് സംവിധാനങ്ങളില്ല. അപ്പോൾ നമ്മുടെ അയൽവക്കത്തൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. അവർക്ക് ഇത്തരം പ്രയാസങ്ങൾ, വിഷമങ്ങൾ. ഇപ്പോൾ എത്രയോ വീടുകളിൽ എല്ലാ റൂമുകളിലും ഫാനില്ല,
കുട്ടികളെ കിടക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ, കാരണന്മാർ കിടക്കുന്നിടത്തില്ല. അല്ലെങ്കിൽ ആ റൂമിലുണ്ട്, ഈ റൂമിലില്ല, അവിടെ കറങ്ങുന്നുണ്ട്, ഇവിടെ കറങ്ങുന്നില്ല. കാരണം സാധുക്കളാണ്, കൂലിപ്പണിക്കാരാണെങ്കിൽ ജോലിയില്ലാത്തവരാണ്. ഒരു ഫാൻ വാങ്ങിയിടാൻ പോലും ഈ ചൂടുകാലത്ത് പറ്റാത്ത കുടുംബങ്ങൾ. ആ കുടുംബങ്ങളിൽ നമ്മളൊരു ഫാൻ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. ഇപ്പോൾ ജനലിൽ തുറന്നിടുന്ന ഒരു സംവിധാനം ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല, അവർക്കൊരു നെറ്റ് സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക. അതൊക്കെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും അഫ്ളലായ സ്വതക്കയാണ്. അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദാനധർമ്മമാണ്. അതിനെ മറികടക്കാൻ ഒരു നന്മക്കും സാധിക്കില്ല. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ചുമ്മാ ജനലും വാതിലും തുറന്നിടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നെറ്റ് സംവിധാനങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കുക. അവിടെയും ശ്രദ്ധയില്ലാത്തവർക്ക് പല പ്രശ്നങ്ങളും ഈ വിഷയത്തിൽ തന്നെ ഉണ്ടായിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഉണ്ടായ വാർത്തകൾ പലതും അങ്ങനെയാണ്. ഇത്തരം ജനലുകൾ തുറന്നിട്ടു, അപ്പോൾ വീടിൻ്റെ സിറ്റൗട്ടിൽ ചുമ്മാ തണുപ്പിന് വേണ്ടി കിടക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ട്. നമ്മൾ ചുമ്മാ സിറ്റൗട്ടിൽ അങ്ങനെ കിടന്നുറങ്ങിപ്പോകുന്ന അവസ്ഥ, അവിടെ എല്ലാം ഇത്തരം പ്രയാസങ്ങളുണ്ടാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അഞ്ചാമത്തെ ഒരു കാര്യം, വീടിൻ്റെ ഉൾഭാഗവും ക്ലിയർ ആക്കണം. വീടിൻ്റെ പുറം ഭാഗം നല്ല പെയിൻ്റൊക്കെ ചെയ്ത് ഭംഗിയാക്കി, പരിസരമൊക്കെ നല്ല കട്ടയ്ക്ക് വിരിച്ച് നല്ല ഭംഗിയാക്കി, ഒരു കുഴപ്പമില്ല, ഓക്കെയാണ്. വീടിൻ്റെ ഉൾഭാഗവും ക്ലിയർ ആകണം. അപ്പോൾ വീടിൻ്റെ ഉൾഭാഗത്ത് കൂടുതൽ പല്ലിയുള്ള ഏറ്റവും കൂടുതൽ പ്രശ്നം അവിടെയാണ്. പല്ലി കൂടുതൽ വന്നാൽ അവിടെ ഇഴജന്തുക്കളുടെ ശ്രദ്ധ കൂടുതൽ വരും. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കയറി വരിക, അവിടെ ഇവിടെയൊക്കെ ഒളിച്ചിരിക്കുക. എന്നിട്ട് പിന്നെ കുട്ടികൾക്ക് നമുക്കൊക്കെ പ്രയാസം ഉണ്ടാക്കുന്ന അവസ്ഥ. അതുകൊണ്ട് കൃത്യമായിട്ട് അതിനെല്ലാം ശുദ്ധീകരിക്കണം. മാറാലേക്ക് വൃത്തിയാക്കിയിട്ട് പല്ലിയുടെ ആ ശല്യങ്ങളൊന്നും ഇല്ലാത്ത തരത്തിൽ നമ്മുടെ വീട് കൃത്യമായിട്ട് പ്രൊട്ടക്റ്റഡ് ആക്കണം. നമ്മൾ അത് ശ്രദ്ധിച്ചു കൊടുക്കണം. അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണ്. അത് കൂടുതൽ ഇഴജന്തുക്കളെ അതിലേക്ക് ആകർഷിക്കുകയും കൊണ്ടുവരികയും ചെയ്യുന്നൊരു വിഷയമാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കുക. അപ്പോൾ പരിസരങ്ങൾ, വീടും പരിസരവും വൃത്തിയാക്കുന്ന അവസ്ഥ ഇല്ലാതെ പോകുന്ന വീടുകളിലേക്ക് ഇഴജന്തുക്കൾക്ക് കൂടുതൽ സൗകര്യമുണ്ട്. അതേപോലെ തന്നെ ജനൽ വാതിലുകൾ നെറ്റ് സംവിധാനങ്ങളില്ലാതെ എപ്പോഴും ചുമ്മാരാവും പകലും തുറന്നിടുക. അവിടെയും ഇഴജന്തുക്കളുടെ സാന്നിധ്യം അല്ലെങ്കിൽ ആ വീടുകളിൽ കൂടുതലാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, PVC പൈപ്പുകൾ മറ്റതൊക്കെ വെള്ളത്തിന് വേണ്ടി പുറത്തേക്ക് കളയാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന അവിടെയെല്ലാം നെറ്റുകളും ലോക്കുകളും ഇല്ലെങ്കിൽ അത്തരം വീടുകളിലും പ്രയാസമുണ്ട്. നാലാമത്തെ ഒരു കാര്യം, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വേസ്റ്റ് ബോക്സിലേക്ക് ചുമ്മാ അങ്ങോട്ട് ഇട്ടു, അതങ്ങനെ തുറന്നെടുക്കുകയാണ്. അപ്പോൾ അവിടെ എലിയുടെ സാന്നിധ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എലിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എലിയെ ഇരയായി പിടിക്കാൻ വേണ്ടി പാമ്പിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ എലികൾ വീട്ടിലേക്ക് വരുന്ന, അങ്ങനെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ അലക്ഷ്യമായി കളയുന്ന, അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന, വീട്ടിൻ്റെ അടുക്കളയിലൊക്കെ ശ്രദ്ധയില്ലാതെ കിടക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവിടെയും പ്രിയപ്പെട്ടവരെ വളരെ പെട്ടെന്ന് ഇത്തരം ഇഴജന്തുക്കൾക്ക് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം വൃത്തിയാക്കുന്നതോടൊപ്പം ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഒരു കാവലിൻ്റെ ഹിഫ്ളിൻ്റെ വലയും കൂടെ നിർബന്ധമായിട്ട് വേണം. അതിനെന്താ മാർഗം? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ അവസ്ഥകൾ പറയുമ്പോൾ, ഇവിടെ ഹദീസിൻ്റെ കിതാബ് ഇമാം മുസ്ലിം കൊണ്ടുവരുന്ന ഹദീസിൽ കാണാം, സ്വഹീഹിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വഹാബി വന്നുകൊണ്ട് പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം എന്നെ ഒരു തേൾ കുത്തിയതിൻ്റെ പ്രയാസം. മരുഭൂമിയിലെ തേൾ എന്ന് പറഞ്ഞാൽ പാമ്പിനേക്കാൾ വിഷമുള്ള തേളുകളൊക്കെ ഉണ്ട്. തേൾ കുത്തിയതിൻ്റെ പ്രയാസത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അനുഭവ കഥ പുണ്യ റസൂലിനോട് വന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് ചോദിക്കുന്നത്, അമാ ലൗ ഖുൽത ഹീന അംസൈത, നിങ്ങൾ പിന്നെ പ്രദോഷമായപ്പോൾ മഗ്രിബിൻ്റെ ബാങ്ക് കൊടുത്ത് മഗ്രിബിൻ്റെ നേരമായപ്പോൾ, മഗ്രിബ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ പരിശുദ്ധമായ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഒരു ദിക്ർ പഠിപ്പിച്ചു കൊടുക്കാൻ, ഈ ദിക്ർ നിങ്ങൾ മഗ്രിബിൻ്റെ നേരത്ത് ഒരു വട്ടം പറഞ്ഞിരുന്നെങ്കിൽ അൽഹംദുലില്ലാ ലം തളുറുക, നിന്നെ ബുദ്ധിമുട്ടാക്കാൻ ഒരു വിഷജന്തുക്കൾക്കും പറ്റൂല എന്നാണ്. ഈ ദിക്റിനെ കുറിച്ച് മറ്റൊരു ഹദീസിൽ കാണാം, നമ്മൾ ഏതെങ്കിലും അപരിചിതമായ വിജനമായ ഒരു സ്ഥലത്ത് വന്നു, ഒരു വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പോയി, ആ നാട്ടിൽ വന്ന് വാഹനം ഇറങ്ങി, ഒരു പരിചയമില്ല, നമ്മുടെ സ്വന്തക്കാർ ബന്ധക്കാരും എങ്കിലും ആ നാട്ടിൽ നിന്ന് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുന്നവരെ ഒരു പ്രയാസമോ ഒരു വിഷമോ ലോകത്ത് ഒരു മഖ്ലൂക്കുകൾക്കും നമ്മളെ പ്രയാസപ്പെടുത്താൻ പറ്റില്ല. ഇഴജന്തുക്കൾക്കോ മനുഷ്യർക്കോ അക്രമികൾക്കോ ഒന്നും തൊടാൻ പറ്റില്ല. എന്തുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ ദിക്ർ, കാവലിൻ്റെ ദിക്ർ നമ്മളവിടെ വെച്ച് ചൊല്ലിയാൽ എന്നും ഹദീസിൽ കാണാം. അപ്പോൾ ഈ പരിശുദ്ധമായ ദിക്ർ, അതൊക്കെ പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബിലൊക്കെ മഹാനായ ഹദ്ദാദ് തങ്ങളൊക്കെ കൃത്യമായിട്ട് പതിവാക്കാൻ പറഞ്ഞ ദിക്ർ, ഈ ദിക്ർ കാണാം അക്കൂട്ടത്തിൽ 3 വട്ടം ഈ ദിക്ർ എഫക്റ്റീവാണ്. അപ്പോൾ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് തന്നെ ദിക്റുകൾ കഴിയുമ്പോഴും മഗ്രിബ് കഴിഞ്ഞിട്ട് ദിക്റുകൾ കഴിയുമ്പോഴും ഈ ദിക്ർ ഒരു 3 വട്ടം, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അല്ലാഹുവേ നിൻ്റെ പരിപൂർണമായ കലിമത്തുകൾ
മുന്നിൽ വെച്ചുകൊണ്ട്, അതിൻ്റെ മഹത്വം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ചോദിക്കാൻ. അതുകൊണ്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്, മിൻ ശർരി മാ ഖലഖ, നീ സൃഷ്ടിച്ചിരിക്കുന്ന മുഴുവത്തിൻ്റെയും, എല്ലാ ജീവജാലങ്ങളുടെയും, എല്ലാ ഇഴജന്തുക്കളുടെയും, എല്ലാറ്റിൻ്റെയും ഷെറുകളെ തൊട്ട് ഒരു പ്രയാസം എനിക്കുണ്ടാകാൻ പാടില്ല, അതിനെ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. ഇതൊരു 3 വട്ടം ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, ലം തളുറക്, നിങ്ങളെ ഒരു പ്രയാസവും പെടുത്തില്ലായിരുന്നു. ഒരു പാമ്പോ ഒരു തേളോ നിങ്ങളെ പ്രയാസപ്പെടുത്തില്ല, ഒരു പഴുതാര പോലും നിങ്ങളുടെ ദേഹത്തേക്ക് കയറില്ല. അള്ളാൻ്റെ കാവലുണ്ടാവും. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. ഫോണിൽ നോക്കിയിട്ടാണെങ്കിലും ചെല്ലണം. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, കുടുംബങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതോടൊപ്പം നേരത്തെ പറഞ്ഞ ശ്രദ്ധകളെല്ലാം ചെയ്തു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും, എല്ലാ മനുഷ്യരെയും ഇത്തരം ഇഴജന്തുക്കളുടെയും ഈ പാമ്പ് കടിയേറ്റുള്ള വലിയ പ്രയാസത്തിലേക്ക് പോകുന്ന അവസ്ഥയെ തൊട്ട് എല്ലാം നമുക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ കാവൽ നൽകട്ടെ. അല്ലാഹു ഈ ഒരു ചൂട് സീസണിൽ എന്തെല്ലാം പ്രയാസങ്ങൾ, അതുകൊണ്ട് രോഗങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ, അതിൽ നിന്നെല്ലാം അല്ലാഹു കാവൽ നൽകി ഖൈറായ മഴ കൊണ്ട് നമുക്ക് അല്ലാഹു അനുഗ്രഹം നൽകട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടത്, പിന്നെ ചൂട് ശക്തിയായതുകൊണ്ട് ജനൽ തുറന്നിട്ട് കിടന്നുറങ്ങിയ ഒരു ഉമ്മ, ഒരു സഹോദരി, നമ്മുടെ മലപ്പുറം ഭാഗത്താണെന്നാണ് വാർത്ത കണ്ടത്. ആ സഹോദരി കിടന്നുറങ്ങി. ആ സഹോദരിയുടെ കുലിസ് എന്ത് ചെയ്തു, കള്ളൻ വന്നിട്ട് കട്ട് ചെയ്തുകൊണ്ടുപോയി. അത് കട്ടുകൊണ്ടുപോയി. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇവിടെ, കളവാണ് നടന്നത്. കാരണം സ്വർണത്തിനൊക്കെ വലിയ വിലയാണല്ലോ. അപ്പോൾ ഈ ഇഴജന്തുക്കൾ കയറിയില്ലെങ്കിൽ പോലും ഇത്തരം പ്രയാസങ്ങൾ വേറെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ വലിയൊരു കാവൽ എപ്പോഴും നമ്മൾ തേടണം. അള്ളാഹു ഖൈറായ മഴ കൊണ്ട് നമ്മുടെ മനസ്സും നമ്മുടെ നാടും നമ്മുടെ വീടും നമ്മുടെ പ്രകൃതിയും എല്ലാം അള്ളാഹു തണുപ്പിച്ചു തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. എങ്ങനെയാണ് ശുദ്ധമായ തേൻ ഇവിടെ നിന്ന് കിട്ടും? ഒരുപാട് പേര് ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കഫാക്ക് ഹണി എന്ന് പറയുന്ന റോ ഹണി, അതായത് തേനീച്ചക്കൂട്ടിൽ നിന്നും പച്ചയായിട്ട് തേനെടുക്കുക. ഒരു പ്രോസസ്സിങ്ങും ഇല്ല, ഒരു ചൂടാക്കലും ഇല്ല, ഒരു കെമിക്കൽസ് ആഡ് ചെയ്യലുമില്ല. പച്ചയായിട്ട് 100% കൃത്യമായിട്ട് വിശ്വസനീയമായിട്ട് നമ്മുടെ കരങ്ങളിലേക്ക് എത്തുന്ന തരത്തിൽ സംവിധാനിച്ചിട്ടുണ്ട് കഫാക്ക് ഹണി. അത് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തും. നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വിവരങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തും എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വാഹിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا